ആരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ പലതവണ കാണുന്ന ഒരു ഭാഗമാണ് അന്വേഷണം എന്നുള്ളത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ ചോദ്യം നമ്മുടെ ജീവിതങ്ങളിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിന് വേണ്ടിയുള്ള, സത്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം, അത് യേശുവിൻ്റെ ജനനം മുതൽ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യർ ദൂരസ്ഥലത്ത് നിന്നും യേശുവിനെ, രക്ഷകനെ അന്വേഷിച്ചു വരുന്ന കാഴ്ച. 3 ജ്ഞാനികൾ, അതുപോലെ തന്നെ ഇടയന്മാർ. അതിനുശേഷമാകട്ടെ യേശു പ്രസംഗിച്ച, ജീവിച്ച ഇടങ്ങളിൽ, അത് തൻ്റെ സ്വന്തം നാട്ടിൽ മാത്രമല്ല, സമറിയ പോലുള്ള മറ്റ് സ്ഥലങ്ങളിൽ മനുഷ്യർ യേശുവിനെ അന്വേഷിച്ച് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. ഈ അന്വേഷണം എന്നുള്ളത് സത്യത്തിൽ പുതിയൊരു കാര്യമൊന്നുമല്ല. മനുഷ്യർ നിരന്തരം ഇങ്ങനെ ഒരു അന്വേഷണത്തിലായിരുന്നു. നമ്മൾ ഇപ്പോഴും ഈ അന്വേഷണത്തിലാണ്. ദൈവത്തെ തേടി, സത്യത്തെ തേടി. ചിലർ അതിനെ താത്വികമായിട്ടുള്ള ചില ചോദ്യങ്ങളിൽ ഒതുക്കുമ്പോൾ മറ്റു ചിലർ അതിനെ ആത്മീയതയിൽ അന്വേഷിക്കുവാനായിട്ട് ശ്രമിക്കുക. പലരും ഈ അന്വേഷണത്തിൽ യേശുവിലാണ് എത്തിച്ചേരുന്നത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഹെറോദേസ്, അതുപോലെ തന്നെ യേശുവിൻ്റെ എതിരാളികൾ, ഇവരും യേശുവിനെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ യേശുവിനെ വിശ്വസിക്കുവാനായിട്ടല്ല, യേശുവിനെ ഇല്ലാതെയാക്കുവാനായിട്ട്, അതുവഴി അവരുടെ അധികാരത്തെ ഉറപ്പിച്ചു വയ്ക്കുവാനായിട്ട്. ഇങ്ങനെയുള്ള പലതരം അന്വേഷണങ്ങൾ നമ്മോട് പറയുന്നു. ഈ അന്വേഷണങ്ങൾക്ക് പല ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത്. ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു, നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? എങ്ങനെയാണ് അവനെ കണ്ടെത്തുന്നത്? ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങളിൽ അത് വ്യത്യസ്തങ്ങളായിട്ട് മാറാം. ദൈവം ഒരു കാർക്കശ്യമുള്ള ന്യായാധിപനാണോ? നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനിരിക്കുന്നയാൾ? അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു അപ്പനാണോ? നമ്മുടെ കുറവുകളെ ക്ഷമിക്കുവാനായിട്ട് തയ്യാറായവൻ? അല്ലെങ്കിൽ നമ്മോടൊപ്പം നടക്കുന്ന നല്ല ഒരു സുഹൃത്താണോ അവൻ? നമുക്ക് വഴികാട്ടിയായിട്ട് നടക്കുന്നവൻ? ഈ ദുഃഖ വെള്ളിയാഴ്ചയിൽ നമ്മുടെ മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്നത് യേശുവിൻ്റെ കുരിശാണ്. നമ്മൾ അതിന് ചേരുന്ന ദുഃഖം നിറഞ്ഞ, വേദന നിറഞ്ഞ വായനകളും ഗാനങ്ങളുമൊക്കെ ആലപിച്ച് യേശുവിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. എന്നാൽ അതിനപ്പുറമായിട്ട് അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എങ്ങനെ കുരിശുകളെ നേരിടണമെന്നുള്ളത്. സ്നേഹമുള്ളവരെ, ഈ ദിവസം യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കുവാനായിട്ട്, അവനിലൂടെ നമ്മുടെ അന്വേഷണങ്ങളുടെ അർത്ഥം കണ്ടെത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസം നിറഞ്ഞ അനുഭവങ്ങളിൽ നമുക്ക് സാന്ത്വനം ലഭിക്കാറുണ്ടോ? ഈ ദൈവം, സഹിച്ച ദൈവം, നമ്മുടെ സഹനങ്ങളിൽ നമുക്ക് ശക്തിയാകുന്നുണ്ടോ? അവൻ്റെ സഹനങ്ങളിൽ നമ്മുടെ സഹനങ്ങളുടെ ഏതെങ്കിലുമൊക്കെ അംശങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ അന്വേഷണങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടിയ അർത്ഥങ്ങളിൽ നമ്മൾ സംതൃപ്തിയുള്ളവരാണോ? സ്നേഹമുള്ളവരെ, ഈ ഒരു അന്വേഷണം അതൊരു തുടർ കഥയാണ്. അത് ഒരു ക്ഷണമാണ് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നിടുവാനായിട്ട്, പുതിയ അർത്ഥങ്ങൾ സ്വീകരിക്കുവാൻ, പുതിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ, പുതിയ കുരിശുകൾ ഏറ്റെടുക്കുവാൻ. അത് അത്ര എളുപ്പമുള്ള ഒന്നല്ല. ധ്യാനാത്മകമായിട്ടുള്ള ഈ മണിക്കൂറുകളിൽ നമ്മുടെ അന്വേഷണത്തെ കുരിശോട് ചേർത്ത് നമുക്ക് ശക്തിപ്പെടുത്താം. അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു വയ്ക്കാം. അതിനുവേണ്ടി നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ശക്തിപ്പെടുത്താം. ജീവിതത്തിലെ പ്രതിസന്ധികളിലും കുരിശുകളിലുമൊക്കെ തളർന്നു പോകാതെ നമുക്കായി കുരിശ് വഹിച്ചവൻ്റെ കൂടെ ആയിരുന്ന് ജീവിതത്തിലെ ശക്തി നേടുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.